നമസ്കാരം. ശരീഅത്ത് നിയമങ്ങൾ പോലും തിരുത്തിക്കൊണ്ട് ആധുനിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് സൗദി. മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദി കിരീടാവകാശി കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾക്ക് വലിയ പിന്തുണയാണ് കിട്ടിയത്. സൗദിയിൽ മൊത്തത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ കഴിയുന്നു. രാജ്യത്തെമ്പാടും സിനിമാ തിയേറ്ററുകൾ വരുന്നു. സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നു. ഭരണകുടുംബം മാത്രം കൈയടക്കി വെച്ചിരുന്ന അരാംകോ ഓഹരി വിൽപ്പനയിലൂടെ മറ്റുള്ളവർക്ക് കൂടി പങ്ക് കിട്ടാവുന്ന രീതിയിലേക്ക് മാറുന്നു. പുരുഷ രക്ഷാകർത്താക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകാനാവൂ എന്ന കരിനിയമവും മാറി. കഴിഞ്ഞ വർഷം ഒരു വനിതയെ സൗദി ബഹിരാകാശത്തേക്ക് അയച്ചു. പർദ്ദയ്ക്കുള്ളിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറക്കുന്ന സൗദി സ്ത്രീ കാലത്തിന്റെ മാറ്റം ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല എന്നതിന് കൃത്യമായ സൂചകമാണ്. പെട്രോൾ വരുമാനം കൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇസ്ലാമിക രാജ്യമായി സൗദി അറേബ്യയിൽ വരുന്നത് വളരെ വലിയ മാറ്റങ്ങളാണ്. 2 വർഷം മുമ്പ് വരെ ഒറ്റ തിയേറ്റർ പോലും ഇല്ലാത്ത സൗദിയിൽ ഇപ്പോൾ സിനിമാ വ്യവസായം കത്തിക്കയറുകയാണ്. രാജ്യത്തുടനീളമുള്ള 69 തിയേറ്ററുകളിലായി 627 സ്ക്രീനുകളുണ്ട്. ഇപ്പോഴിതാ സൗദി അറേബ്യ ചരിത്രത്തിലാദ്യമായി ആദ്യത്തെ മദ്യശാല തലസ്ഥാനമായ റിയാദിൽ തുറക്കാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്കാണ് മദ്യം ലഭ്യമാക്കുക. ഈ രീതിയിൽ മാറുന്ന സൗദിയിൽ മറ്റൊരു മാറ്റ കൊടുങ്കാറ്റിന് കൂടി MBS വിത്തിട്ടിരിക്കുകയാണ്. അതായത് അഴിമതി തുടച്ചു നീക്കുമെന്നാണ് പ്രഖ്യാപനം. അഴിമതി കേസിൽ ഉൾപ്പെടുന്നവർ രാജകുടുംബാംഗമോ മന്ത്രിയോ ആരായാലും തെളിവുകൾ ലഭ്യമാകുന്നിടത്തോളം കാലം രക്ഷപ്പെടില്ലെന്ന് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അഴിമതി തടയുന്നതിനും പ്രതികളെ പിടികൂടുന്നതിനുമുള്ള നടപടികൾ തുടരുകയാണ്. അഴിമതി, കള്ളപ്പണം, പദവി ദുർവിനിയോഗം തുടങ്ങി നിരവധി കേസുകളിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി പേരെയാണ് ഇതിനകം അഴിമതി വിരുദ്ധ അതോറിറ്റി പിടികൂടിയത്. രാജകുടുംബത്തെ മണിയടിച്ച് ഇനി സൗദിയിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ചുരുക്കം. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള അൽ ഉല റോയൽ കമ്മീഷൻ CEO ആമിർ ബിൻ സ്വാലി അൽ മദിനിയെ അഴിമതി കേസിൽ സസ്പെൻഡ് ചെയ്തത്. സൗദി അറേബ്യയിലെ സുപ്രധാന പുരാവസ്തു മേഖലയായ അൽ ഉലയുടെ ഭരണനിർവഹണ സ്ഥാപനമാണ് അൽ ഉല റോയൽ കമ്മീഷൻ. അധികാര ദുർവിനിയോഗം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ. ഇതിൻ്റെ CEO അമീർ ബിൻ സ്വാലി അൽ മദിനി സസ്പെൻഡ് ചെയ്തത് വലിയ വാർത്തയായിരിക്കുകയാണ്. ഉന്നതങ്ങളിൽ ബന്ധമുള്ള രാജകുടുംബവുമായൊക്കെ അടുത്തിടപഴകുന്ന വ്യക്തിയാണ് അദ്ദേഹം. സൗദി അഴിമതി വിരുദ്ധ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. കിങ് അബ്ദുള്ളസിറ്റി ആറ്റോമിക് ആൻഡ് റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ക്രമവിരുദ്ധമായി നാഷണൽ കരാറുകൾ നേടിയ ടാലന്റ് കമ്പനിയുടെ ഉടമകളിൽ ഒരാളാണ് അൽ മദിനി. ഇങ്ങനെ 20.6 കോടി റിയാലിലധികം ഇയാൾ നേടി. അലുല റോയൽ കമ്മീഷനിൽ CEO ആയി നിയമിതനാവും മുമ്പുള്ള ഇടപെടലായിരുന്നു ഇത്. ഇതിനുശേഷം കമ്പനിയുടെ ഉടമസ്ഥതയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും കമ്പനിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നതായി കണ്ടെത്തി. അലുല റോയൽ കമ്മീഷന്റെ പല വകുപ്പുകൾക്ക് കീഴിൽ കരാർ നേടാൻ കമ്പനിയെ ശുപാർശ ചെയ്തു. അതിലൂടെ ഏകദേശം 13 ലക്ഷം റിയാലിന്റെ മൊത്തം മൂല്യമുള്ള പദ്ധതികൾ നേടാൻ കമ്പനിയെ സഹായിച്ചു. അതോറിറ്റിയുമായി കരാറിലേർപ്പെട്ട കമ്പനികളിൽ നിന്ന് ഇദ്ദേഹം വ്യക്തിഗത ആനുകൂല്യങ്ങൾ നേടി. പദ്ധതികളിൽ നിന്നുള്ള ലാഭം അൽ മദിനിയുടെ ബന്ധുവായ മുഹമ്മദ് ബിൻ സുലൈമാൻ മുഹമ്മദ് അൽ ഹർബി എന്ന പൗരനിൽ നിന്ന് അൽ മദിനിക്ക് ലഭിച്ചു. ഇയാളും പിടിയിലായിട്ടുണ്ട്. പണം നൽകിയതായി ബന്ധു സമ്മതിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പങ്കാളികളായ സയ്യിദ് ബിൻ ആതിഫ് മുഹമ്മദ് സയ്യിദ്, ജമാൽ ബിൻ ഖാലിദ് അബ്ദുള്ള അൽ മദൽ എന്നിവർ അൽ മദിനിയുമായിട്ടുള്ള സൗഹൃദം വഴി കരാർ നേടി. ഇവരെയും പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സൗദിയിൽ അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി തുടരുകയാണ്. ഇങ്ങനെ ഒരു പുരോഗമന മുഖം MBS പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജമാൽ ഖഷോഗി വധമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. MBSൻ്റെയും കുടുംബത്തിൻ്റെയും ഏകാധിപത്യവും അഴിമതിയും ചൂണ്ടിക്കാട്ടിയാൽ അത് പ്രശ്നമാവുമെന്നുമാണ് വിമർശകർ പറയുന്നത്. എന്തായാലും സൗദി പഴയതിൽ നിന്ന് എത്രയോ മാറുകയാണെന്ന് ഉറപ്പാണ്.